എന്താണ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് പറയാനുള്ളത്? എന്താണ് സന്തോഷമുണ്ടോ കയറാൻ? അച്ഛ ഇല്ലാത്ത വിഷമം. ഹേ ഗായ്സ്, നമ്മൾ പോവുകയാണ് മുംബൈക്ക്. പക്ഷെ രാവിലെ എണ്ണീറ്റേട്ടോ എന്റെ മുഖത്ത് ആ ഒരു ക്ഷീണമുണ്ട്, ആ ഒരു ഇതില്ല. എന്റെ മുഖത്തുണ്ട്. ടാക്സി ചേട്ടാ എങ്ങനെ പോകുന്നതെന്ന് നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നില്ല കഴിഞ്ഞ ടാക്സി എന്തിനായിട്ടായിട്ട്? കാറില്ലേ? നമ്മൾ കാറിൽ പോകണമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. പിന്നെ നമ്മൾ ട്രെയിൻ നോക്കി പറ്റിയില്ല. അപ്പോ അമ്പൂട്ടന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അമ്പൂട്ടന് മാത്രമല്ല അമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റാ. അമ്മ 2 പാത്രം കഴുകുന്നവിടെ ലാസ്റ്റ് നിമിഷം. നമ്മൾ ഒരുപാട് ഫ്ലൈറ്റ് ഒന്നും കേട്ടില്ല. നമ്മൾ 2 വട്ടം ഫ്ലൈറ്റ് കേട്ടിട്ടല്ലേ? കാശ്മീർ ടു അല്ല ഡൽഹി, അവിടുന്ന് കാശ്മീർ, ശ്രീനഗർ, തിരിച്ച് റിട്ടേൺ വന്നില്ലേ നമ്മള്? റിട്ടേൺ വന്നു. അപ്പൊ എന്തായാലും നമ്മളിത് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇന്ന് എല്ലാരും ഒരു ജീൻസ് മയമാണ്. കണ്ടില്ല, മൃദുല കണ്ടില്ല. ഇതാണ് മൃദുലയുടെ കോസ്റ്റ്യൂം. സെറ്റ്. അല്ല ഇന്ന് ആദ്യമായിട്ട് പറക്കാൻ പോവില്ലേ? എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലേ? അതെ. അപ്പൊ ലാസ്റ്റ് പറയായിരുന്നു നിന്നെ ഒരു ദിവസം ഫ്ലൈറ്റ് കയറ്റും എപ്പോഴും പറയുന്ന ഡയലോഗായിരുന്നു. അതെ, നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. നമുക്ക് 1 മണിക്കാണ് ഫ്ലൈറ്റ്. സമയം 10-10:30 ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഇറങ്ങുവാണ്. 2 പേർക്ക്, അമ്മയ്ക്കും മോനും ചുമയാണ്. ചുമ നമ്മളാ വണ്ടിയുടെ അതേ കളറല്ലേ? നമ്മളതേ വണ്ടിയിലാ പോന്നെ. അപ്പൊ എന്തായാലും ഇറങ്ങുവാ. അമ്മയ്ക്ക് എന്തോ പോയി ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് വെപ്രാളം പോയി പോവാ. ടെൻഷൻ ഉണ്ടോ തോന്നുന്നു ചെറിയ. ഇന്ന് രാവിലെ തൊട്ട് പറയുന്ന കേട്ട് യോ ചെവിയിൽ പഞ്ഞി വെക്കണ്ടേ എന്നൊക്കെ. എയർപോർട്ടിലെത്തിയ സുഹൃത്തുക്കളെ, അകത്ത് കയറിയില്ല. അമ്പൂട്ടനെ സേഫായിട്ട് നമ്മൾ സീറ്റിലിരുത്തി പ്ലഗ് ഇൻ. നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈ ആ. നിങ്ങൾ 8ാം മാസത്തിൽ പ്ലെയിനിൽ കയറി. അമ്മ ഉരുട്ടാൻ പഠിച്ച്. അതുപോലെ മറ്റേ ബാഗ് അതിന്റെ മോള് വെക്കുന്നോണ്ട് കുഴപ്പമില്ല. നമ്മുടെ ചെക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആരാണ് നമ്മളെ ക്യാബിൻ ബാഗേജിനകത്ത് അച്ചാറ്, റവ, ദോശമാവ്, ചമ്മന്തിപ്പൊടി. പിന്നെ ദോശമാവ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആർമി ചേച്ചി പറഞ്ഞ് അരിപ്പൊടിയും ഗോതമ്പൊടിയൊന്നും കൊണ്ട് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. മുളക് പൊടി കൊണ്ട് ക്യാബിൻ ബാഗേജിനകത്ത്. മുളക് പൊടി മുളകാ ചമ്മന്തിപ്പൊടിയാണ് കൊണ്ടുപോകാൻ പറ്റാത്തത്. അതായത് ചില്ലി ഇല്ലേ, ചില്ലി കണ്ണില്ലേ. പിന്നെ ഞാൻ ഒന്നുകൂടി പോയി സ്ക്രീൻ ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി അത് നമ്മുടെ ക്യാബിൻ ബാഗേജ് നമ്മുടെ ചെക്കിൻ ബാഗേജിനകത്തായി കയറ്റി വിട്ടു. കുറെ സാധനങ്ങൾ നമുക്ക് നമ്മളെ ക്യാബിൻ ബാഗേജിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ നമ്മളെ അല്ലാതെ ഈ ഫ്ലെയിമബിൾ ഐറ്റംസ് ഒന്നും കയറ്റത്തില്ലടേ. പിന്നെ ഗൈസ് നമുക്ക് താണ്ട ഇവിടെ ലോഞ്ചസസ് ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് വെറും 2 രൂപയ്ക്ക് ലാവിഷായിട്ട് കയറി ഫുഡ് അടിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്കൊരു ബോറ് കയറാൻ. ഞാൻ എന്നിട്ട് പറഞ്ഞു ഇവർ 2 പേരും പോയി കഴിക്കുക. ജ്യൂസൊക്കെ ഉണ്ട്, ജ്യൂസൊക്കെ കയറാൻ താല്പര്യമില്ല. ഞാൻ കയറി കഴിഞ്ഞാൽ ഞാനും അമ്പൂട്ടോട് കയറാൻ പോവാ ലോഞ്ച് ആക്സസിൽ. വേറെ 2 രൂപയുള്ളൂ കേട്ടോ. നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് കയറി നമുക്ക് ഇഷ്ടമുള്ള ആഹാരവും ഫുഡൊക്കെ കഴിക്കും. അവൻ ഈ ജ്യൂസ് തട്ടി കളയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ജ്യൂസ്, അടിപൊളി. അമ്പു നമുക്ക് ലോഞ്ച് ആക്സസിൽ കയറാം. അച്ഛനോട് അടങ്ങി ഒടുങ്ങിയിരിക്കണം. ഓക്കെ ഓക്കെ അത് എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള പിടിച്ചോ. എന്താന്ന് വെച്ചാൽ തിന്നിട്ടോ. ഞാൻ ഇച്ചിരി ഫ്രീ ആയി ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടാണ് അത് കുടിക്കട്ടെ. ലാലിപ്പഴം പഴുക്കുമ്പോഴേ അല്ലാണ്ട് ഒരാൾക്ക് കയറാൻ 750 എങ്ങാണ്ടാണ്. പക്ഷെ അവര് കഴിക്കുന്നില്ല, വേണ്ടാത്തോണ്ടാണ് നമ്മൾ പോയിട്ട് കഴിച്ചിട്ട്. കഴിച്ചപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ലോഞ്ച് കയറാൻ വേണ്ടി പോകാം. ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പാസ്ത, റൈസ്, ഗീ റൈസ് ആണെന്ന് തോന്നുന്നത്. ഗീ റൈസ്, പുലാവ്, ചിക്കൻ, കേസരി എല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് കയറുന്നത് നമ്മൾ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതിന് കഴിച്ച് നമുക്ക് ബിയർ ഉണ്ട് കേട്ടോ. അതിനകത്ത് ബിയറൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സാധനം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഇവിടെ കേക്ക് കാര്യങ്ങൾ, ഡെസേർട്ട് ഐറ്റംസ്, സാലഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ.
സോ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. കൊള്ളാം കേട്ടോ, സെറ്റപ്പ് പരിപാടിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെ കുറച്ച് സെലക്റ്റഡ് കാർഡിന് മാത്രമേ ഉള്ളൂ. നമ്മൾ SBIക്കൊന്നും നമുക്ക് ലോഞ്ചസ് ഇല്ല. അപ്പോൾ പക്ഷേ 2 രൂപ നമ്മൾ പിടിക്കുന്നുള്ളൂ. നമുക്ക് അൺലിമിറ്റഡ് ഫുഡൊക്കെ കഴിക്കാം. ഫുഡ്, ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ടൊരു ബോറ്. നമ്മൾ ശകല റൈസ്, സത്യം പറഞ്ഞാൽ വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ ഇത് കണ്ടുകൊണ്ട് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. കുറച്ച് വെജിറ്റബിൾ കറി എടുത്ത്, പിന്നെ ഒരു പ്ലെയിൻ റൈസ്, പിന്നെ പിക്കിള്. അമ്പൂട്ടനായിട്ട് ഇത് ഇവിടെ കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഇൻഫൻറ്റിനെ കേട്ടാം കേട്ടോ, കുഴപ്പമില്ല. ഇൻഫൻറ്റ് എല്ലായിടത്തും അലൗഡാണ്. ഇൻഫൻറ്റ് ഉണ്ടെങ്കിൽ പരിഗണനയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ക്യൂ നിൽക്കേണ്ടായിരുന്നു. നമുക്ക് ആർക്കും ക്യൂ നിൽക്കണ്ടായിരുന്നു കേട്ടോ, എവിടെ ഉള്ളതുകൊണ്ട്. സ്ക്രീനിങ്ങിന് ക്യൂ നിൽക്കണ്ടായിരുന്നു, ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ ക്യൂ നിൽക്കണ്ടായിരുന്നു. അമ്പൂട്ടിനെ കയറ്റി നമ്മൾ കുറച്ച് വാട്ടർമെലണും അതുപോലെ തന്നെ പപ്പായൊക്കെ എടുത്തേ. പപ്പായ, വാട്ടർമെലൺ. മധുരമില്ലേടാ ഇത്? അവനത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കഴി സമയമില്ല അമ്പു, സമയമില്ല. ഫ്ലൈറ്റിൻ്റെ പാട്ടിന് പോവും. ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ. ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടം പോലെ. ഈ വാട്ടർമെലൺ ഭയങ്കര ഇഷ്ടമാണ്, എത്ര വേണമെങ്കിലും കഴിക്കും. അമ്മച്ചി നീ വന്നില്ലല്ലോ, നമ്മൾ അടിപൊളിയായിട്ട് ലോഞ്ചിലൊക്കെ കയറി VIP പോലായി. ഓ നീ കൊള്ളാലോ നീ അമ്മ. നമ്മളെ എന്തൊക്കെ തിന്നു പറഞ്ഞു കൂടെ അമ്മയെടുത്ത് തിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ. എല്ലാം നീ കൊടുത്ത ഉടുപ്പിലാവത്തില്ലേടി? പറ. കണ്ട, ഇതാണ് നമ്മൾ കെട്ടിയവന്മാർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് അതിന് പ്രശസ്തി. കാരണം നീ പറഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ അമ്പു? കണ്ടോ അമ്മ നമ്മളെ പറഞ്ഞു കേട്ടോ, നമ്മളെ നല്ലോണം ഫുഡ് കഴിച്ച് വന്നിട്ട് നിന്റെ അമ്മ പറഞ്ഞ പറഞ്ഞില്ല കേട്ടോ അമ്പു. ആടി കൊടുക്കണം നിന്റെ അമ്മയ്ക്ക്, ശരിയാകും. ഇവിടെ ഉമ്മോട്ടല്ലായിരുന്നു. ഫ്ലൈറ്റിൽ കയറും, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയണേ. മിക്കവാറും ഫ്ലൈറ്റ് കയറുമ്പോൾ ഉറങ്ങും. അല്ലോ കരയില്ല, ഉറങ്ങും. ആ സമയം ഉറങ്ങും. എടാ നമ്മൾ പറത്തി പൊങ്ങുമ്പം നമ്മൾ ഉണർന്നിരിക്കണം. അമ്മയുണ്ട്, അമ്മയുടെ ഒരു പഞ്ഞിയുണ്ട്. എന്താണ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് പറയാനുള്ളത്? എന്താണ് സന്തോഷമുണ്ടോ കയറാൻ? അച്ഛ ഇല്ലാത്ത വിഷമം. അമ്മയെ ഫ്ലൈറ്റ് കയറ്റാൻ പറ്റിയതിൽ ഞാനും വളരെ ഹാപ്പിയാണ്. ശരി, പണ്ടേ വിചാരിക്കും, ഇവിടെ പറയായിരുന്നു അമ്മ ഫ്ലൈറ്റ് കയറ്റില്ല, നമുക്ക് ഒരു ദിവസം. എന്നിട്ട് ഞാൻ ഇവിടുത്തെ പറഞ്ഞ ഒരു ദിവസം നമുക്ക് ചുമ്മാ കൊച്ചിയിൽ ഒരു ദിവസം പോയിട്ട് നമുക്ക് ചുമ്മാ ഫ്ലൈറ്റ് കയറ്റിട്ട് വരാം. അപ്പം ഇത്രയും ഡിലേ ആയി, എന്തായാലും ഹാപ്പി. അപ്പം നമുക്ക് കയറാം. എനിക്ക് തോന്നേ എന്തിന് താങ്കു അപ്പോഴേ ഇവിടെ അമ്പൂട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരൂലാന്ന് തോന്നുന്നു. പരിഗണന, നീ മുമ്പേ കയറിപ്പോ. പരിഗണന മുമ്പേ കയറിപ്പോ. എത്ര ഫ്ലൈറ്റ് കയറിയാലും നമ്മൾ സെക്കൻഡ് ടൈം ആയതുകൊണ്ടായിരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്. കാരണം ആദ്യം ഫ്ലൈറ്റ് കയറിയ ഓർമ്മ ഒന്നും മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ടൈം കയറുമ്പോഴും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഗൈസ്. ഒരു നീലമായി ടാർപ്പടി. ചേട്ടനെ നോക്കി ഭയങ്കര ശരിയാണ്. ഓക്കെ, അമ്മ സൈഡ് സീറ്റ് ഇരിക്കുന്നോ? ഇരിക്കുമ്മ. ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇത് ഒരു തിരക്ക് മാറാം. അമ്മ ഇപ്പോഴത്തിരിക്കട്ടെ. നമ്മളിവിടെ രണ്ട് വിൻഡോ ഉണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഫ്ലൈറ്റ് ഡിലേയാ, അരമണിക്കൂർ ഡിലേയാ. ഇത് നമ്മള് അന്ന് കയറുമ്പോ കുത്തിരിക്കോ, ഭയങ്കര പുകയില്ലേ.
എ സിക്ക് എന്തെങ്കിലും പുക, നമ്മുടെ കാറിലൊക്കെ എ സിക്ക് പുക വരത്തില്ലല്ലോ, എന്താ ഇങ്ങനെ? ആർക്കെങ്കിലും അറിയും കമന്റ് കേസ്. ഭയങ്കര പുക കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. അമ്മ കണ്ട, അമ്മ വിളിച്ചേട്ടാ. ഭയങ്കര സന്തോഷം. സന്തോഷം. പിന്നെ അത് മിക്കവാറും ഇളക്കും കേട്ടോ. സീറ്റ് ചേഞ്ച് ചെയ്ത് അമ്മയെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. ചേച്ചി ഒന്ന് കുറെ പറഞ്ഞു നമ്മുടെ അടുത്ത് പാനിക് ആവല്, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചേച്ചിയെ വിളിക്കണം. ഇംഗ്ലീഷ് ഒരു ഭയങ്കര മാസ്ക് കൊടുക്കാൻ കുഞ്ഞിന്. പക്ഷെ അവിടെ ഇംഗ്ലീഷ് ഒരു സ്റ്റൈൽ ഇംഗ്ലീഷ് ആണ് കേട്ടോ, സൂപ്പർ ഇംഗ്ലീഷ്. कृपया विमान कर्मचारी से संपर्क करें, अपनी रसीद लेना ना भूलें और एक्स्ट्रा लेगरूम का आनंद लें. Enjoy extra legroom with XL seats. ഇതാകുമ്പോ അലിച്ചലിച്ച് കുതിത്തടിക്കും. എനിക്ക് തിന്നെ എളുപ്പമുണ്ട് കേട്ടോ. എന്റെ കൊടുത്തില്ല ചക്കവറ്റില്, അതൊന്ന് വീഴുങ്ങാൻ ശ്രമിച്ചതാ. ഒറ്റ കടി. ചെറുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പിള്ളേരെ ഒരു സെക്കൻഡ് പോലും അവരുടെ മുഖത്ത് നമ്മൾ കണ്ണെടുക്കാൻ പാടില്ല. അടുത്ത സെക്കൻഡ് അവർ എന്ത് ചെയ്യുന്നെന്ന് അവർ പോലും അറിയുന്നില്ല. നമ്മൾ അത്ര ശ്രദ്ധയോടെ ഫുഡ് എന്തെങ്കിലും കൈ കൊടുക്കുമ്പോഴായിരിക്കും അവിടെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മളത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. സത്യം ഇതുവരെ തൈ സപ്പോർട്ട് കുറവാണ്. അത് മാത്രമല്ല ഫ്ലൈറ്റ് ഇരുന്ന് ഉറങ്ങാൻ കൊള്ളത്തില്ല ഗൈസ്. കടനിയും കഴുത്തൊക്കെ വേദനയെടുക്കും. അമ്പു നല്ല ഉറങ്ങിയിട്ടോ, സുഖം ഉറക്കം. ആരും ഫ്ലഷ് അടിച്ച് ബാത്റൂമിൽ ഇട്ടു. ആരോ ബാത്റൂമിൽ ഫ്ലഷ് അടിച്ച് സൗണ്ട് ഇട്ടല്ലോ. അല്ല ഭയങ്കര സൗണ്ടാണ് എനിക്ക് കേൾക്കാം. എത്ര വട്ടം ഫ്ലഷ് അടിക്കുന്ന സൗണ്ട്. നമ്മളിത് ബാക്കിൽ അതുകൊണ്ടായിരിക്കും. അടിപൊളി മേഘോടി. അയ്യോ ശരി. ഒന്നും കാണുന്നില്ല. Welcome to Mumbai. നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. എവരുടെ ജോലി കഴിഞ്ഞില്ലേ?
അറിയാൻ വയ്യ, 2 ഫ്ലൈറ്റ് കാണുമായിരിക്കും. ഒന്നും അടിഞ്ഞില്ല, ലാൻഡിങ്ങും അടിഞ്ഞില്ല, ഒന്നും അടിഞ്ഞില്ല. നല്ല ഉറക്കമായിരുന്നു നമുക്ക്. പോയിട്ടില്ല. അതെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നേരെ നമ്മൾ ബിച്ചുണ്ട് വീട്ടിലോട്ട് പോകുന്നതും ബിച്ചുണ്ട് പിന്നെ ഫ്ലാറ്റും അതൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിലെ വിശേഷങ്ങൾ. സോ ബൈ ബൈ അല്ലേ? ബൈ ഗൈസ്, ലവ് യു. അടുത്ത വീഡിയോ കാണാം. ബൈ.